أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العزة فلله العزة جميعا إليه يسعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധി വിലക്കുകളുമെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏത് സമയവും അള്ളാഹുവിൻ്റെ വിളി കേട്ട് അവൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു ചിന്തയോടെ ആയിരിക്കണം നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കേവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ ഓരോ സമുദായത്തിലേക്കും നിയോഗിച്ചയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അഖിലവും അവരുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം വളരെ കൃത്യമായി അവർ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകന്റെ ഉമ്മത്തിനെ വളരെ കൃത്യമായി ഉത്ബോധിപ്പിക്കുകയും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി പ്രതാപമുള്ളവരാക്കി വളർത്തിയെടുത്തിട്ടുണ്ട് പ്രവാചകൻ. സ്വഹാബിമാരെ പ്രവാചകൻ അങ്ങനെയാണ് വളർത്തിയെടുത്തത്. സ്വഹാബിമാരും അങ്ങനെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഓരോ സഹാബിമാരും അത് വളരെ കൃത്യമായി അത് നിർവഹിച്ച് അത് താബികളിലെത്തി, താബിയു താബികളിലെത്തി, അതിങ്ങനെ തുടർന്നു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത അഭിമാനബോധം എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു അഭിമാന ബോധമാണ് ഏതൊരു വിശ്വാസിക്കും ഏത് സമയത്തും ഉണ്ടാവേണ്ടത്. അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിർത്തിക്കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ, അതോടൊപ്പം അത് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലൂടെ
അത് പരിശീലിപ്പിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഓരോ മനുഷ്യരും, വിശിഷ്യ ഓരോ മുസ്ലിമും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇസ്സത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇസ്സത്ത് ലഭിക്കുന്നത് ഹിദായത്ത് ലഭ്യമാകുന്നതിലൂടെയാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് കിട്ടുക എന്നത് അത് വളരെ നിസ്സാരമായിട്ടല്ലല്ലോ നമ്മൾ കാണേണ്ടത്. അള്ളാഹുവിന്റെ ഒരു വരദാനമാണ്, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ അടിമക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വെളിച്ചം ലഭ്യമായിട്ടുണ്ടെങ്കിൽ, ഫമൻ തബിഅ ഹുദായ, എന്നിട്ട് ആ ഹിദായത്തിനെ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്കൊക്കെ ഹിദായത്ത് കിട്ടിയിട്ടുള്ളവരാണ്. ആ ഹിദായത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി ജീവിക്കുക എന്നതാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവന് കരണീയമായിട്ടുള്ളത്. അത് നിഴലിച്ചു നിൽക്കണം. ആ ഇസ്സത്ത്, ഇസ്ലാമിന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് അത് ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് തറവാടിന്റെ പേരിലല്ല. ഇതിനൊന്നും ഒരു സ്ഥാനവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുത്ത് അത് പരിഗണിക്കപ്പെടുന്നതല്ല. ഇസ്സത്ത് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു നൽകുന്നതാണ് ഈ ഇസ്സത്ത് എന്ന് പറയുന്നത്. അപ്പോ പരിശുദ്ധ ഇസ്ലാമിലൂടെ മാത്രമേ ഇസ്സത്ത് ലഭ്യമാകൂ. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം എന്ന് പറയുന്നത്, ദീന് എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ അംഗീകരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്ന മതം അത് ദീൻ ഇസ്ലാം മാത്രമാണ്. അപ്പം ദീനിലൂടെ മാത്രമേ നമ്മൾക്ക് ഇസ്സത്ത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഞാനൊരു അനമിനൽ മുസ്ലിമീൻ, ഏതൊരു മുസ്ലിമും ഏതൊരു വിശ്വാസിയും അവന്റെ നമസ്കാരങ്ങളിൽ അവൻ ഒരു ദിവസം എത്ര തവണയാണ് അവൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്? അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന ആ ഒരു പ്രഖ്യാപനം, ആത്മാഭിമാനത്തോടു കൂടിയുള്ള ആ ഒരു പ്രഖ്യാപനം, അതവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അതിങ്ങനെ നിഴലിച്ചു നിൽക്കണം. ദീൻ എന്ന് പറയുന്നത് ഒരുത്തന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായും അവനിൽ പിന്നെ മാന്യത കാണാൻ സാധ്യമല്ല, അവനിൽ പിന്നെ യശസ് കാണാൻ സാധ്യമല്ല. ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ മാന്യനായിരിക്കും, അവൻ ഇസ്സത്തുള്ളവനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുഅ്മിനു ഇസ്സുൻ കരീം, അൽ മുഅ്മിനു ഇസ്സുൻ കരീം. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ ഇസ്സത്തുള്ളവനായിരിക്കും, അവൻ മാന്യനായിരിക്കും, ഏവരാലും അംഗീകരിക്കപ്പെടുന്നവനായിരിക്കും. അത് സമ്പത്ത് കൊണ്ടല്ല, അത് തറവാട് കൊണ്ടല്ല, അത് മക്കളെ കൊണ്ടല്ല, അത് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ഭൗതികമായ ഏതെങ്കിലും ഉന്നമനം വെച്ചുകൊണ്ടോ അല്ല. അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നത് അവന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ്. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വേഷഭൂഷാദികളിലേക്ക് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നോക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ വേഷഭൂഷാദികളിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കാണ് പരിശുദ്ധമായ എല്ലാ ചിഞ്ഞളിഞ്ഞ അവസ്ഥയിൽ നിന്നും, മലീമസമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തിട്ടുണ്ടെങ്കിൽ, വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ,
അവൻ വിജയിച്ചിരിക്കുന്നു. ആരെങ്കിലും ആ ഹൃദയത്തെ മലീമസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരുക്ക് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. അവൻ പരാജയത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോ ഒരു വിശ്വാസി ഏത് സമയത്തും ആരായിരിക്കണം? അവൻ ഒരു മാന്യനായിരിക്കണം, അവൻ ഇസ്സത്തുള്ളവനായിരിക്കണം. അത് വളരെ കൃത്യമായി അത് നിഴലിച്ചു നിൽക്കണം. നിന്യത കൈവരിച്ച ഒരുത്തൻ, നന്ദികേടിന് ഇരയായിട്ടുള്ള ഒരുത്തൻ, ഒരിക്കലും അവന് മുക്രമാകാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ഇസ്ലാം അത് അഭിമാനമാണ്. മുസ്ലിം അവൻ ഒരു അഭിമാനിയായിരിക്കണം. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഏത് രംഗത്തും അവൻ അഭിമാനിയായിരിക്കണം എന്നതാണ് ഇസ്ലാം നമ്മൾക്ക് നൽകുന്ന പാഠം. അതിന്റെ സംസ്കാര രംഗത്ത്, അവന്റെ വേഷവിധാന രംഗത്ത്, എല്ലായിടങ്ങളിലും, അവന്റെ കൗതുംബിക രംഗത്ത്, അവന്റെ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ അവന്റെ പ്രവർത്തനങ്ങളിൽ, അവൻ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ എന്നു വേണ്ട അവൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഏതു സന്ദർഭത്തിലും ഒരു ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ ഒരു ഉടമയായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിൽ അവൻ രേഖപ്പെടുത്തി വെക്കുന്നത് അവൻ ആദരണീയൻ എന്ന പദവിയിലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കുറിച്ച് നമ്മൾക്ക് നാളെ പരലോകത്ത് നൽകപ്പെടുന്ന വിശാലമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം നമ്മളുടെ കൈകളിൽ നാളെ ലഭ്യമാകുമ്പോൾ ആ രേഖയിൽ വളരെ കൃത്യമായി വണ്ടക്ക അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം. നമ്മൾ ആദരവ് ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് ആദരവ് ലഭിച്ച മാന്യനായ വ്യക്തിയാണ് എന്ന് നമ്മെ കുറിച്ച് രേഖപ്പെടുത്തി വെക്കണം. ആ ഒരു ചിന്തയാണ് ഏത് സന്ദർഭത്തിൽ നമ്മൾക്കുണ്ടാകേണ്ടത്. അത് നേടിയെടുക്കുന്നത് ഏതിലൂടെയാണ്? ഈ ഒരു മാന്യത നേടിയെടുക്കേണ്ടത് എവിടെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 കൊല്ലക്കാലഘട്ടം, നുബുവത്ത് കഴിഞ്ഞ് 23 കൊല്ലക്കാലം വന്ധ്യവും ഊശ്വരവുമായ മരുഭൂമിയുടെ മക്കളെ മുഴു സംസ്കാരങ്ങളെയും വെല്ലുന്ന ഒരു പുതുപുത്തൻ സംസ്കാരത്തിന്റെ ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ, സമ്പന്നതമായ ഒരു സംസ്കാരത്തിലേക്ക് ആ സമൂഹത്തെ കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആൻ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള ഗ്രന്ഥം അത് അന്യൂനമായ ഗ്രന്ഥമാണ്, അത് അതുല്യമായ ഗ്രന്ഥമാണ്. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആധാരശില എന്ന് പറയുന്നത്. നമ്മുടെ കൈകളിലുള്ളത് പരിശുദ്ധ ഖുർആൻ. ലോകത്തൊരാൾക്കും ലഭിച്ചിട്ടില്ലാത്ത മഹാഭാഗ്യശാലികളായ നമുക്ക് മാത്രം ലഭിച്ച ആ പരിശുദ്ധ ഖുർആൻ. ഖുർആനാകണം നമ്മുടെ വഴികാട്ടി, ഖുർആനാകണം നമ്മുടെ മാർഗദർശി. എങ്കിൽ ഇസ്സത്തുള്ളവനായി ജീവിക്കാൻ സാധിക്കുമെന്നതാ. ആ ഖുർആൻ ജാതീയതക്കെതിരാണ്. ആ ഖുർആൻ വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായ ഒരു ഗ്രന്ഥമാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഏത് സമൂഹത്തിലും ജീവിക്കാൻ, ആരുടെ മുമ്പിലും തുറന്നു വെക്കാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥമാണ് അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ വരുത്തിയ വിപ്ലവാത്മകമായ എന്തെല്ലാം സംഭവങ്ങൾ ഇസ്ലാമിന് മാത്രം സാധിച്ചിട്ടുള്ള, അത് ഖുർആനിലൂടെ മാത്രം സാധിച്ചെടുത്തിട്ടുള്ള എന്തുമാത്രം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മദ്യം നിഷിദ്ധമാക്കിയ ഏക മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമല്ലേ? പലിശയും ചൂതാട്ടവും സാമ്പത്തിക ചൂഷണങ്ങൾ എന്നുവേണ്ട അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും നിർത്തലാക്കിയ മതം, അല്ലെങ്കിൽ അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ മതം ഇസ്ലാം അല്ലാതെ വേറെ ഏതു മതമാണ്? അതിനു പകരമായി സക്കാത്ത് നിർബന്ധമാക്കിയ മതം അത് ഇസ്ലാം മാത്രമല്ലേ? അവസാനിച്ചില്ല. വ്യഭിചാരം, സ്വവർഗരതി തുടങ്ങിയ
അധാർമികമായ പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മതം അത് ഇസ്ലാം മാത്രമാണ്. ഇതിനെയൊക്കെ പ്രേരകം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനല്ലേ. ഇത് വെച്ചുകൊണ്ടാണ് സമൂഹത്തെ സമുദ്ധരിച്ചിട്ടുള്ളത്. മതം എന്ന് പറയുന്നത് അതൊരു ഗുണകാംക്ഷയാണ്. മതം വർഗീയത പഠിപ്പിക്കുന്നില്ല. മതം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ വിമർശകർ പലപ്പോഴും പല വിധത്തിലുള്ള അമ്പുകളും എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമിന്റെ തനതായ രീതിയും അതിന്റെ ശൈലിയും വളരെ കൃത്യമായി പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത് അത് തീർത്തും ഒരു ഗുണകാംക്ഷയാണ്. അദ്ദീനു അന്നസീഹ, മതം അത് ഗുണകാംക്ഷയാണ്. സഹാബിമാർ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടൊക്കെയാണ് ഗുണകാംക്ഷ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലില്ലാഹ്, ഒന്ന് അല്ലാഹുവിനോടാണ്, വലി റസൂലിഹി, അവന്റെ പ്രവാചകനോടാണ്, റസൂലിനോടാണ്, വലി അയിമ്മത്തിൽ മുസ്ലിമീൻ, പൊതുജനങ്ങളോടാണ്, വഅമ്മത്തിഹിം, എല്ലാ വിഭാഗം ആളുകളോടുമാണ് മതം സംസാരിക്കുന്നത്. ഇസ്ലാം ഏകപക്ഷീയമായ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? വർഗീയപരമായ ഏതെങ്കിലും ചേരിതിരിവുണ്ടാക്കാൻ ഏതെങ്കിലും സമയത്ത് ഇസ്ലാം തുനിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മതം ഇസ്ലാം അത് നേർവഴിയിലേക്ക് നയിക്കുന്ന മതം, നേരായ സരണിയിലേക്ക് നയിക്കുന്ന മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ, ആർക്കാണ് ഈമാൻ രുചിക്കാൻ കഴിയുക? ഈമാനിന്റെ മാധുര്യം, ഈമാൻ രുചിക്കുന്നത് മൻ, അതാരാണെന്നറിയുമോ? റളീതു ബില്ലാഹി റബ്ബാ, റബ്ബിനെ റബ്ബായി അംഗീകരിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടവന് മാത്രമേ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂ. വബിൽ ഇസ്ലാമി ദീനാ, ദീനായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കാൻ ആർക്കാണോ സാധിച്ചിട്ടുള്ളത്, ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ ആർക്കാണോ കഴിയുന്നത്, അവർക്ക് മാത്രമാണ് ഈമാനിനെ മാധുര്യത്തോടു കൂടി കാണാൻ കഴിയൂ. വബി മുഹമ്മദിൻ റസൂലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി സ്വീകരിക്കാൻ ആർക്കാണോ സാധിച്ചിട്ടുള്ളത്, അവർക്ക് മാത്രമേ ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അപ്പോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥ വിശ്വാസികളാകുന്ന കാലത്തോളം അവർ തീർച്ചയായും ഉന്നതമായ സ്ഥാനം അത് ഇഹത്തിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം പരത്തിൽ നാളെ പരലോകത്ത് അവർക്ക് തന്നെയായിരിക്കും. അത് അവർക്ക് മാത്രം റിസർവ് ചെയ്തതാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്റെ വാക്കല്ല, അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. മുസ്ലിംകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലേ? നമ്മളെ ഐഡന്റിറ്റി അത് കളഞ്ഞു കുളിക്കരുത്. നമ്മൾ ഏത് സന്ദർഭത്തിലും ഏത് ഘട്ടത്തിലും ആ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മിനൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമതായും എന്റെ അവസാനവും ഞാനൊരു മുസ്ലിമും ഞാനൊരു മുഅ്മിനുമാണ് എന്ന് പറയാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും ദുഃഖത്തിൽ ആയി പോകൂല, നിങ്ങൾ ഒരിക്കലും പ്രതിസന്ധിയിൽ അകപ്പെടൂല, നിങ്ങൾ ഒരിക്കലും നിന്യത എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വന്നു ചേരില്ല. വഅൻതുമുൽ അലൗന, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതന്മാർ. പക്ഷേ ഒരു കണ്ടീഷൻ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. ഈ ഭാഗമാണ് നമ്മൾ അടിവരയിടേണ്ടത്. അങ്ങനെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ ദുനിയാവ് മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കിയിട്ടാണ്
നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇസ്സത്തുള്ളവരായി ജീവിക്കണം എന്നത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. ഈ ഇസ്സത്ത് ലഭിക്കുന്നത് എവിടുന്നാ? അള്ളാഹുവിൽ നിന്ന് തന്നെയാ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടണം. വേണ്ടേ? അവിടെ നിന്നേ കിട്ടുള്ളൂ. മൻ കാന യുരീദുൽ ഇസ്സ, ആരെങ്കിലും അഭിമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്സത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, എല്ലാ ഇസ്സത്തിന്റെയും പരമാധികാരം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അള്ളാഹുവിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങിയെടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇലൈഹി, അവനിലേക്ക്, യസ്അദുൽ കലിമുത് തയ്യിബ്, ഉത്തമമായ വചനങ്ങൾ അള്ളാഹുവിലേക്കാണ് കയറിപ്പോകുന്നത്. വൽ അമലു സ്വാലിഹു യർഫഉഹു, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അവനിലേക്ക് ഉയർത്തപ്പെടും. എന്നാൽ വല്ലദീന യംകുറൂന സയ്യിആത്ത്, താന്തോന്നിത്തരം കാണിക്കുന്ന കുതന്ത്രങ്ങൾ, വളരെ മോശമായ നിലയിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുതന്ത്രശാലികൾക്ക് ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വമകറൂ ഉലൈക ഹുവ യബൂർ, അത്തരക്കാരുടെ കുതന്ത്രം അത് നാശത്തിൽ അകപ്പെടുക തന്നെ ചെയ്യും. ഇത് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. അപ്പോ ഒരു മുസ്ലിം അവൻ ഇസ്സത്തുള്ളവനാകണം. ഒരു മുഅ്മിൻ ഏതു സന്ദർഭത്തിലും അവനിൽ അവന്റെ ബോഡി ലാംഗ്വേജിൽ അതിങ്ങനെ പ്രകടമാകണം. ഒരു മുസ്ലിമാണ്, ഒരു മുഅ്മിനാണ് എന്നത് അവനെ കാണുമ്പോൾ തന്നെ അത് പ്രകടമാകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി അഭിമാനത്തോടുകൂടി ജീവിച്ച് അഭിമാനത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന്, ഇസ്സത്തോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് ജിഹാദ് നമുക്ക് പരിചയമുള്ള, നമ്മൾക്ക് പരിചയമല്ലെങ്കിലും നമ്മുടെ എതിരാളികൾ പരിചയപ്പെടുത്തി തന്ന പദം. അങ്ങനെയൊക്കെ പറയണ്ടു. കാരണം നമ്മൾക്കതൊന്നും അറിയാനുള്ള ഒരു താല്പര്യവും യഥാർത്ഥത്തിൽ അഹലുകാർക്കില്ലാതെ പോയി എന്നതും അംഗീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഏറെ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദം അതാണ് ജിഹാദ്. ഖുർആനിലെ 100-ലധികം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പദം. പല രൂപത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമുക്ക് കാണാം. അതേപോലെ തന്നെ മുഅ്മിൻ എന്ന പദം, കാഫിർ എന്ന പ്രയോഗം, മാ ഷാ അല്ലാഹ് എന്ന പ്രയോഗം, ഇതൊക്കെ ഖുർആനിലൂടെ പല സന്ദർഭങ്ങളിലായി സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളെങ്കിലും ഇത്തരം പദപ്രയോഗങ്ങൾ, ഖുർആനിൽ പ്രയോഗിക്കുന്ന പദങ്ങളെക്കുറിച്ചുള്ള ചില എന്താ പറയുക, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഇപ്പം കാഫിർ എന്ന പ്രയോഗം ഇപ്പം കാലികമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് കാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ, കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നേ അർത്ഥമുള്ളൂ. മറച്ചു വെച്ചു എന്നേ കാഫിറിന് അർത്ഥമുള്ളൂ. എന്ത് സാധനം മറച്ചു വെക്കാൻ? കാഫിർ, കർഷകന് കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. എന്തുകൊണ്ടാ കർഷകന് കാഫിർ എന്ന് പ്രയോഗിച്ചത്? വിത്ത് മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നത് കൊണ്ട് അവൻ അവിടെ കാഫിറാണ്.
സത്യത്തെ മറച്ചു വെക്കുന്നവൻ കാഫിർ. അതാണ് ഖുർആനിലെ ബഹുഭൂരിപക്ഷവും നമുക്ക് കാണാൻ കഴിയുന്നത്. അതാ, സത്യത്തെ മറച്ചു വെക്കുന്നവൻ കാഫിർ, സത്യത്തെ നിഷേധിക്കുന്നവൻ കാഫിർ. നമ്മൾ ഒരാളെ കാഫിർ എന്ന് വിളിച്ചാലും നിഷേധി എന്ന് വിളിച്ചാലും അത് രണ്ടും രണ്ടാണ്. നിഷേധി എന്ന് വിളിച്ചാൽ പോരെ? നിഷേധികൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ അല്ലേ? എത്രയോ ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? സത്യത്തെ അംഗീകരിക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? അവർക്ക് പറയുന്ന പേരാണ് കാഫിർ എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിളിക്കേണ്ട പേരല്ല കാഫിർ എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് ഇസ്ലാമിന് നേരെയുള്ള വല്ലാത്ത ഒരു കടന്നാക്രമണമാണ് എന്ന് നമ്മൾ അറിയണം. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് എന്നേ അതിനർത്ഥമുള്ളൂ. അത് അറബിയിൽ അങ്ങനെ പറയുമ്പോ മാഷാ അല്ലാഹ് ഒരു ബോർഡ് കൊണ്ട് വെക്കുമ്പോ പിന്നെ അത് എന്തോ, ഇത് ആരെയും കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ എതിരാകണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ കാര്യം പറയുന്നത്. ഇത് പലപ്പോഴും വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ, സമുദായത്തെ തമ്മിൽ തല്ലിക്കാൻ, അതിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഊറ്റിയെടുക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അല്ലാതെ ഇത് ഒരിക്കലും നമ്മൾ ഇതങ്ങനെ പ്രയോഗിക്കേണ്ട ഒരു സംഗതിയല്ല. ഇസ്ലാം ഒരിക്കലും വർഗീയതയ്ക്ക് അനുകൂലമല്ല. അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടതാ. എന്നാൽ ഇസ്ലാമിൽ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള ഇത്തരം പദപ്രയോഗങ്ങൾ ഇത് ആരെങ്കിലും പ്രയോഗിക്കുന്നുവെങ്കിൽ ഇതൊരു അജണ്ടയുടെ ഭാഗം. ഇതൊരു അജണ്ടയുടെ ഭാഗം. ഏത് ഭാഗത്ത് നിന്ന് ഇത്തരം പ്രയോഗങ്ങൾ വന്നാലും, കാഫിർ എന്ന പദമാകട്ടെ, ജിഹാദ് എന്ന പദമാകട്ടെ, അതേപോലെ തന്നെ മാഷാ അല്ലാഹ് പോലെയുള്ള പദങ്ങളാകട്ടെ, ഇതൊക്കെ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും ഇതൊരു അജണ്ടയുടെ ഭാഗ. ഇത് മതനിരാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഒരു മതം അംഗീകരിക്കുന്ന ഒരാൾക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം പദപ്രയോഗങ്ങൾ വരുമ്പോ നമ്മൾ അറിയണം. ഇപ്പൊ വേറെ ഒരു ലേറ്റസ്റ്റ് ഒരു സംഭവം, ഇപ്പൊ വയനാട്ടിലെ ജനങ്ങളെ കുറിച്ച്, മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഓർത്തോർത്ത് മനസ്സ് വേദനിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കരുണയുള്ള ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സ് അതുപോലെയുള്ള വല്ലാത്ത ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുരന്ത ഭൂമിയിലേക്ക് നമ്മുടെ മനസ്സുകൾ പോകുകയാണ്. കരുണ പറ്റാത്ത ഹൃദയങ്ങൾ കോടിക്കണക്കിന് രൂപ ഈ വിഷയത്തിലേക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ, സാമൂഹിക മറ്റ് സംഘടനകൾ, അതുപോലെ ട്രസ്റ്റീസ്, അതുപോലെയുള്ള ചാരിറ്റി സംഘടനകളൊക്കെ ഇമാതിരി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. പന്നി മാംസം അത് ചാലഞ്ച് ചെയ്തുകൊണ്ട്, പന്നി ഇറച്ചി ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പണം ഉണ്ടാക്കുക. ഇതിലേക്ക് വയനാട് പുനരധിവാസം നടത്തുന്നതിന് വേണ്ടി പന്നി മാംസം ചാലഞ്ച് ചെയ്ത് അത് വലിയ പോസ്റ്ററായി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിച്ചു. അതിന്റെ ക്യാഷ് 300 രൂപ ഒക്കെ വില നിശ്ചയിച്ചുകൊണ്ട് ചാലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഈ പണം, ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇതുവരെ പറഞ്ഞ ഒരു ഇസ്സത്തുള്ള ആ അഭിമാനമുള്ള ഒരു മുസ്ലിമിന് ഈ പണം ഉപയോഗിക്കാൻ പറ്റുമോ? ഹറാമായ ഒരു പണം ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയുന്നത് ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് തോന്നിയ തോന്നലല്ല. ഇതുപോലെയുള്ള ഇത്തരം സംഭവങ്ങൾ തികച്ചും അജണ്ടയുടെ ഭാഗമാണ്. കാരണം ഇതുപോലെയുള്ള സാധനമൊക്കെ ഈ രാജ്യത്ത് വ്യാപകമാക്കിയാൽ എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കട്ടെ. എന്ത് ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം എന്ന് മനുഷ്യനാണ് എന്നൊക്കെ വരുത്തി തീർത്ത് വലിയ വലിയ ഗീർവാണങ്ങൾ നടത്തിയിട്ട് യഥാർത്ഥമായ ആ ആദർശത്തിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള തീവ്രമായ ശ്രമം. ഞാൻ പറയുന്നത് ഒരു ആവറേജ് മുസ്ലിം നമ്മൾ എങ്കിലും ഇത്തരം വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. ഇസ്ലാം ഒരിക്കലും ഇത്തരം ചേരിതിരിവുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലൽ അസബിയ്യ. റസൂലുള്ളാഹി പറഞ്ഞു, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല.
വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ. വർഗീയതയുടെ പേരിൽ ഇവിടെ കൊലപാതകമുണ്ടായാൽ അങ്ങനെ മരണപ്പെടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. ഇങ്ങനെ വർഗീയതയുടെ പേരിൽ യുദ്ധം മാത്രമല്ല, ആ യുദ്ധത്തിൽ മരണപ്പെടുക, ഇതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുലബന്ധം പോലും ഇല്ല. ഇതാണ് ഇസ്ലാമിന്റെ താല്പര്യം, ഇസ്സത്തോടു കൂടി ജീവിക്കാൻ. ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് പരിപാവനമാണ്, അത് കാലാവർത്തിതമായ ഏത് കാലത്തും ഏത് സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇസ്ലാമിന്റെ ഓരോ കാഴ്ചപ്പാടുകളും അത് അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താനാണ് ഒരു വിശ്വാസി, ഒരു മുസ്ലിം. ലോകത്ത് വളരെ ചുരുങ്ങിയ കാലം, എത്രയെന്ന് പറയാൻ പറ്റിയല്ല, 60 70 അതൊക്കെ പണ്ട്. ഇപ്പം 30 35 40 ഇവിടെയാ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. മരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഓരോരുത്തരും ലോകത്തോട് വിട പറയാ. ഈ മഹലിൽ തന്നെ 2 മരണമുണ്ട്. പ്രായം കൊണ്ട് എന്തോ ആകട്ടെ. NK ഹൗസിൽ മറിയു എന്ന് പറയുന്ന സ്ത്രീ, നമ്മുടെ പഴയ സെക്രട്ടറി ആയിരുന്ന ഷുക്കൂർ ഖാന്റെ ഭാര്യ, ഇപ്പം മരിച്ചതാ. ഷുക്കൂർ ഖാന്റെ ഭാര്യയുടെ മയ്യത്ത് നമസ്കാരം മഗ്‌രിബിന് ശേഷമാണ്. മറിയൂക്ക മയ്യത്ത് നമസ്കാരം നടത്തുന്നത് അസറിന് ശേഷമാണ്. അയ്യത്തെ പള്ളിയിലാണ്, ഒന്ന് കണ്ണത്തെ പള്ളിയിലും. ഇങ്ങനെ ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പൊ ജുമാക്കിരുന്ന് ഇനിയിപ്പോ ജുമാ കഴിഞ്ഞാലേ അറിയും ആരാ വേറെ മരിച്ചത്. ഇതാണ് സ്ഥിതി. അപ്പൊ ഏത് സമയത്തും മരണം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ ജീവിക്കുന്ന എത്ര മിനിറ്റോ എത്ര സെക്കൻഡോ എത്ര മണിക്കൂറോ പറയാൻ പറ്റിയല്ല. ഇസ്സത്തോടു കൂടി ജീവിച്ച് ഇസ്സത്തോടു കൂടി മരിക്കാൻ ആഗ്രഹിക്കുക. ആരോടും വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, എതിർപ്പില്ലാതെ മാന്യമായ ജീവിതം നയിക്കുക. നമ്മൾ പ്രവർത്തിക്കുന്നത് മാന്യമായിട്ട്, തിന്നുന്നത് മാന്യതയുടെ ഭക്ഷണം. അങ്ങനെ മുന്നോട്ട് പോയാൽ അള്ളാഹിന്റെ തൗഫീഖോട് കൂടി ഹിദായത്തോടു കൂടി ദുനിയാവിൽ നിന്ന് വിട പറയാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പല വിധത്തിലുള്ള പ്രയാസങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തും പല വിധങ്ങളിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തആല ഓരോരുത്തർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകൾ വീടുകളിലും ആശുപത്രികളിലും, ജുമാക്ക് സ്ഥിരമായി വരുന്ന ആളുകൾ ജുമാക്ക് വരാൻ കഴിയുന്നില്ല, വീടുകളിലും ആശുപത്രികളിലൊക്കെയാണ് ഉള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിട്ടുള്ള, അതേപോലെ തന്നെ നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണത്തിന് വിധേയമായി അവനിലേക്ക് പോയി കഴിഞ്ഞു. അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ദുനിയാവിൽ നിന്ന് അവസാനം വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയുന്ന മഹാഭാഗ്യവാന്മാർ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين واجعلنا من الصابرين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.